ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. നമുക്കിന്നൊരു മാന്തൽ മീനിൻ്റെ കറിയുടെ ഒരു റെസിപ്പി കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് വൃത്തിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാനാണ് ഓർത്തത്. അത് പച്ചയായിരുന്നുകൊണ്ട് തൊലി പൊളിഞ്ഞു വരാൻ പാടായതുകൊണ്ട് പിന്നെ അത് ചെതുമ്പല് കളഞ്ഞിട്ട് തേച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മീനൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി ചൂടാകാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എന്നിവ ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലൊക്കെ ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയും മുളക് പൊടിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ എരിവോളം മുളക് പൊടി മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ എരിവോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും 2 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും, ഇപ്പൊ മാന്തൽ മീൻ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് വെന്ത് വരുന്ന മീനാണ്. അപ്പൊ നമുക്ക് ഈ അരപ്പൊന്ന് നല്ലപോലെ തിളച്ചൊന്ന് സെറ്റായി വന്നതിന് ശേഷം മീൻ ഇട്ടാൽ മതി, അല്ലാതെ പെട്ടെന്ന് വെന്ത് പോകും. നമ്മുടെ അരപ്പൊക്കെ വെന്ത് ഒരു വിധത്തിൽ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മൾ ക്ലീൻ ആക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മാന്തൽ കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് പൊള്ളിച്ച ടൈപ്പിലാണ് എടുക്കുന്നത്. അപ്പം ഒരുപാട് ചാറ് ഞാൻ കൂടുതൽ വെച്ചിട്ടില്ല. നമുക്കിത് ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ എടുത്ത് വെക്കണം. ഇത് സെറ്റായി വന്നപ്പോൾ ഞാൻ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മാന്തൽ മീൻ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ കൂടെ ഒഴിച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്കും കമന്റും ഷെയറും കൂടെ ഒന്ന് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ. കുടംപുളിയിട്ട് വെച്ച നല്ല മാന്തൽ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുമുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണിച്ചോറുമുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം കൂട്ടുകാരെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉറപ്പായിട്ടും വേണം. ഞാൻ പിന്നെയും പറയാണ്, മറക്കല്ലേ ഗൈസ്.